ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രപ്പോസിഷണൽ ഫ്രേസസ്. എന്താണ് പ്രപ്പോസിഷണൽ ഫ്രേസസ്? പ്രപ്പോസിഷൻസ് ഇംഗ്ലീഷിൽ ഒരുപാട് ഉണ്ട്. ചില പ്രപ്പോസിഷൻസൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ടു, ഫ്രം, ബൈ, ഓഫ്, ഇൻ, ഓൺ, ഇതൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻസ് ആണ്. പക്ഷേ കൂടുതൽ ലെറ്റേഴ്സുള്ള ഡ്യൂറിങ്, ബിറ്റ്വീൻ, എഗെയിൻസ്റ്റ്, ഇതൊക്കെ കൂടുതൽ ലെറ്റേഴ്സ് ഉള്ള പ്രപ്പോസിഷൻസ് ആണ്. എന്തായാലും ഒരുപാട് പ്രപ്പോസിഷൻസ് ഇംഗ്ലീഷിലുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രപ്പോസിഷണൽ ഫ്രേസസിനെ പറ്റിയാണ്. എന്താണ് പ്രപ്പോസിഷണൽ ഫ്രേസസ്? എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻസ്? എന്താണ് അത് ഒരു സെൻറ്റൻസിൽ അതിൻ്റെ മീനിങ് വരുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. പ്രപ്പോസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രേസസിനെയാണ് പ്രപ്പോസിഷണൽ ഫ്രേസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ എന്നത് ഒരു പ്രപ്പോസിഷനാണ്. ഇൻ ദ ഗാർഡൻ എന്ന് പറയുമ്പോൾ പ്രപ്പോസിഷനിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ ദ ഗാർഡൻ. ഗാർഡൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പ്രപ്പോസിഷൻ്റെ ഓബ്ജക്റ്റാണ്. അപ്പോൾ ഒരു പ്രപ്പോസിഷൻ അത് ഫോളോ ചെയ്തിട്ട് ഓബ്ജക്റ്റും വരികയാണെങ്കിൽ അതിനെ നമുക്ക് പ്രപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയാം. അണ്ടർ ദ ട്രീ എന്ന് പറയുമ്പോൾ അണ്ടർ എന്നത് പ്രപ്പോസിഷനാണ്. ദ ട്രീ എന്ന് പറയുന്നത് അതിൻ്റെ ഓബ്ജക്റ്റും ആണ്. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ബുക്ക് ഓൺ ദ ടേബിൾ, ടേബിളിൻ്റെ മേലെയാണ് എന്നൊരു മീനിങ് കിട്ടി. അതിൽ ഓൺ ദ ടേബിൾ എന്ന് പറയുന്നത് പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഓൺ എന്നതാണ് പ്രപ്പോസിഷൻ. ദ ബുക്ക് ഈസ് ബിസൈഡ് ദ ടേബിൾ എന്നാണെങ്കിലോ ബിസൈഡ് ദ ടേബിൾ എന്നതാണ് പ്രപ്പോസിഷണൽ ഫ്രേസ്. ബിസൈഡ് എന്നത് പ്രപ്പോസിഷനാണ്. ബുക്ക് ടേബിളിൻ്റെ അരികിൽ ആണ് എന്ന മീനിങ് ആയി. ദ ബുക്ക് ഈസ് അണ്ടർ ദ ടേബിൾ എന്ന് പറഞ്ഞാലോ അണ്ടർ ദ ടേബിൾ എന്നതാണ് പ്രപ്പോസിഷണൽ ഫ്രേസ്. അണ്ടർ എന്നത് പ്രപ്പോസിഷനാണ്. ബുക്ക് ടേബിളിന് അടിയിലാണ് എന്ന മീനിങ് കിട്ടി. അപ്പോൾ പ്രപ്പോസിഷൻസ് മാറ്റുന്നതിനനുസരിച്ച് ആ മീനിങ്ങിൽ, ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങിൽ വ്യത്യാസങ്ങൾ വരും. ഇനി നമുക്ക് പ്രപ്പോസിഷണൽ ഫ്രേസസ്, അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. പ്രപ്പോസിഷണൽ ഫ്രേസസിന് ഒരു അഡ്ജക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ആഡ്വേർബായിട്ടും ഒക്കെ ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതിനെ അഡ്ജക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയാം. ആഡ്വേർബായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ആഡ്വേർബ് ഫ്രേസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഹീ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി എബൌട്ട് ദെയർ ലൈഫ്. ഹീ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി, അവൻ ഒരു സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫിനെ പറ്റി. എബൌട്ട് ദെയർ ലൈഫ്. നോക്കൂ, എബൌട്ട് എന്നത് പ്രപ്പോസിഷനാണ്. എബൌട്ട് ദെയർ ലൈഫ് എന്നതാണ് പ്രപ്പോസിഷണൽ ഫ്രേസ്. ഹീ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി എബൌട്ട് ദെയർ ലൈഫ്. നോക്കൂ, ഇവിടെ എബൌട്ട് ദെയർ ലൈഫ് എന്നത് പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ് എന്ന് പറഞ്ഞല്ലോ. അത് ആ സെൻറ്റൻസിൽ ചെയ്യുന്ന ഫങ്ഷൻ എന്താ? സ്റ്റോറി. സ്റ്റോറി എന്ന ഒരു നൗണിനെ അത് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത് തരം സ്റ്റോറിയാണ്? എബൌട്ട് ദെയർ ലൈഫ്. അപ്പോൾ സ്റ്റോറി എന്നതിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു ഫ്രേസാണ് എബൌട്ട് ദെയർ ലൈഫ് എന്നത്. അപ്പോൾ അതിനെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയാം. അഡ്ജക്റ്റീവ് എന്നാൽ ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് ഒരു ഫ്രേസിൻ്റെ രൂപത്തിലാണ്. അതിന് ചെയ്യുന്ന ഫങ്ഷൻ നൗണിനെ മോഡിഫൈ ചെയ്യലാണ്. അതുകൊണ്ട് ആ എബൌട്ട് ദെയർ ലൈഫ് എന്നത് പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. അത് ഒരു അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്കതിനെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയാം. ദ ഡോഗ് ഈസ് ഹൈഡിങ് അണ്ടർ ദ ടേബിൾ. ദ ഡോഗ് ഈസ് ഹൈഡിങ് അണ്ടർ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ഡോഗ് ഹൈഡ് ചെയ്ത് ഇരിക്കുകയാണ്. എവിടെയാണ്? അണ്ടർ ദ ടേബിൾ. ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ ദ ഡോഗ് എന്നത് സബ്ജക്റ്റാണ്. ഈസ് ഹൈഡിങ് എന്നത് വേർബാണ്. പിന്നെ ദ ഡോഗ് ഈസ് ഹൈഡിങ് അണ്ടർ ദ ടേബിൾ. അണ്ടർ ദ ടേബിൾ എന്നത് പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഈ അണ്ടർ എന്നത് പ്രപ്പോസിഷനാണ്. അണ്ടർ ദ ടേബിൾ എന്ന് പറയുമ്പോൾ പ്രപ്പോസിഷണൽ ഫ്രേസായി. അപ്പോൾ ഈ അണ്ടർ ദ ടേബിൾ എന്നത് ആ സെൻറ്റൻസിൽ ചെയ്യുന്നത് എന്താ? ഹൈഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് എന്നതിന് നമുക്കൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ തരികയാണ് അല്ലേ? അപ്പോൾ ഹൈഡിങ് എന്ന വേർബിനെ അത് മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആ സെൻറ്റൻസിൽ അണ്ടർ ദ ടേബിൾ എന്നത് ഒരു ആഡ്വേർബിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. കാരണം വേർബിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡിനെ നമ്മൾ ആഡ്വേർബ് എന്ന് പറയില്ലേ? അപ്പോൾ ഇവിടെ വേർബിനെ മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
ദ ഡോഗ് ഈസ് ഹൈഡിങ് അണ്ടർ ദ ടേബിൾ എന്ന് പറയുമ്പോൾ അണ്ടർ ദ ടേബിൾ എന്ന പ്രപ്പോസിഷണൽ ഫ്രേസ് ആ സെൻറ്റൻസിൽ ഒരു ആഡ്വേർബിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്കതിനെ ആഡ്വേർബ് ഫ്രേസ് എന്ന് പറയാം. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ആർ സ്റ്റഡിയിങ് ഇൻ ദ കോളേജ്. ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള കുട്ടികൾ ഈ കോളേജിൽ പഠിക്കുന്നു. ഇവിടെ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് എന്നതാണ് പ്രപ്പോസിഷണൽ ഫ്രേസ്. ഇത് ഈ ഒരു സെൻറ്റൻസിൽ അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് എന്ന നൗണിനെ മോഡിഫൈ ചെയ്യുകയാണത് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് എന്നത് ഒരു അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ദ ഗേൾ ഇൻ ദ റെഡ് സ്കേർട്ട് ഈസ് മൈ നൈബർ. റെഡ് സ്കേർട്ട് ഇട്ടിരിക്കുന്ന കുട്ടി എൻ്റെ നൈബറാണ്. ഇവിടെ ഇൻ ദ റെഡ് സ്കേർട്ട് എന്നതാണ് പ്രപ്പോസിഷണൽ ഫ്രേസ്. അത് ഇവിടെ ഒരു അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നു. ദ ഗേൾ എന്ന നൗണിനെ അത് വിശേഷിപ്പിക്കുന്നു. ദ എൻഡിങ് ഓഫ് ദ മൂവി വാസൻറ്റ് ഗുഡ്. ആ മൂവിയുടെ എൻഡിങ് നല്ലതായിരുന്നില്ല. ഓഫ് ദ മൂവി എന്നതാണ് പ്രപ്പോസിഷണൽ ഫ്രേസ്. ദ എൻഡിങ് എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓഫ് ദ മൂവി എന്നത് ഒരു അഡ്ജക്റ്റീവ് ഫ്രേസ് ആണെന്ന് പറയാം. ഇനി ആഡ്വർബ് ഫ്രേസിന് നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. പ്രപ്പോസിഷണൽ ഫ്രേസ് ആഡ്വർബിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. ദേ ആർ വെയിറ്റിംഗ് ഫോർ അസ് അറ്റ് ദ സ്റ്റേഷൻ. അവർ ഞങ്ങളെ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നോക്കൂ, വെയിറ്റിംഗ് എന്നത് ഒരു വേർബ് ആണ്. ഈ വേർബിനെ വിശേഷിപ്പിക്കുന്നതാണ് അറ്റ് ദ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സ്റ്റേഷനിലാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വേർബിനെ വിശേഷിപ്പിക്കുന്ന ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ് അറ്റ് ദ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ അതിനെ നമുക്കൊരു ആഡ്വർബ് ഫ്രേസ് എന്ന് വിളിക്കാം. പീപ്പിൾ ഓഫ് യുവർ ഏജ് ഡോണ്ട് ഡ്രിങ്ക്. നിങ്ങളുടെ ഏജിൽ ഉള്ള ആളുകളൊന്നും കുടിക്കാറില്ല. പീപ്പിൾ ഓഫ് യുവർ ഏജ്, നോക്കൂ, ഓഫ് യുവർ ഏജ് എന്നതാണ് പ്രപ്പോസിഷണൽ ഫ്രേസ്. അത് ഇവിടെ ഒരു അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. കാരണം പീപ്പിൾ എന്നത് നൗൺ ആണ്. ആ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ഓഫ് യുവർ ഏജ് എന്നത്. അതുകൊണ്ട് തന്നെ ഓഫ് യുവർ ഏജ് എന്നത് ഒരു അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഹീ കെപ്റ്റ് ദ ബാഗ് ഇൻ ദ ഡ്രോയർ. അവൻ ബാഗ് ഡ്രോയറിൽ വെച്ചു. നോക്കൂ, കെപ്റ്റ് ദ ബാഗ് ഇൻ ദ ഡ്രോയർ. ഹീ കെപ്റ്റ്, കെപ്റ്റ് എന്നത് വേർബ് ആണ്. എവിടെ വെച്ചു? ഇൻ ദ ഡ്രോയർ. ഇൻ ദ ഡ്രോയർ എന്നത് പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. അത് ഈ സെൻറ്റൻസിൽ ഒരു ആഡ്വേർബിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. കെപ്റ്റ് എന്ന വേർബിനെ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് അതൊരു ആഡ്വേർബ് ഫ്രേസ് ആണ്. ആഫ്റ്റർ ദ ക്ലാസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം ടു മീറ്റ്. ആഫ്റ്റർ ദ ക്ലാസ് എന്നത് ഈ സെൻറ്റൻസിൽ ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. ആഫ്റ്റർ ദ ക്ലാസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം ടു മീറ്റ്. കാണാനുള്ള അല്ലെങ്കിൽ കണ്ടുമുട്ടാനുള്ള ഒരു കറക്റ്റായ സമയം, ഒരു റൈറ്റ് ടൈം, ശരിയായ സമയം ആഫ്റ്റർ ദ ക്ലാസ് അല്ല എന്ന്. ക്ലാസ്സിന് ശേഷം അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ ദ ക്ലാസ് എന്നത് ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ് ഇവിടെ. ഇവിടെ അത് ഒരു സബ്ജക്റ്റായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ആഫ്റ്റർ ദ ക്ലാസ് എന്നത് ഒരു നൗണിൻ്റെ ഫങ്ഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നൗൺ ആയിട്ടും ഒരു പ്രപ്പോസിഷണൽ ഫ്രേസിന് ഫങ്ഷൻ ചെയ്യാൻ ആകും. ഒരു നൗൺ ആണ് എന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ്? നമുക്കൊരു പ്രോനൗൺ അവിടെ വെച്ച് നോക്കാം. ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം ടു മീറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം ടു മീറ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ കറക്റ്റ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ ഒരു നൗണിൻ്റെ ഫങ്ഷനാണ് അവിടെ ചെയ്യുന്നത്. നൗണിന് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആകാമല്ലോ. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ദ ക്ലാസ് എന്നത് ആ സെൻറ്റൻസിൽ സബ്ജക്റ്റാണ്. അവിടെ ഈ പ്രപ്പോസിഷണൽ ഫ്രേസ് ചെയ്യുന്നത് ഒരു നൗണിൻ്റെ ഫങ്ഷനാണ്. വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒരു കാര്യം, പ്രപ്പോസിഷണൽ ഫ്രേസ് ഉപയോഗിക്കേണ്ടത് എപ്പോഴും അത് മോഡിഫൈ ചെയ്യുന്ന നൗണിന് ശേഷം ആണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ആർ സ്റ്റഡിയിങ് ഹിയർ.
വിദ്യാർത്ഥികൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആർ സ്റ്റഡിയിങ് ഹിയർ, ഇവിടെ പഠിക്കുന്നുണ്ട്, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സ്റ്റുഡൻസ് എന്നത് സബ്ജക്റ്റാണ്, അത് ഒരു നൗൺ ആണല്ലോ. അതിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു പ്രപ്പോസിഷണൽ ഫ്രേസാണ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. സ്റ്റുഡൻസിനെ പറ്റി നമുക്ക് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ തരികയാണ്. ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. അപ്പോൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് എന്നത് ഒരു പ്രപ്പോസിഷണൽ ഫ്രേസാണ്. ഫ്രം ആണ് അതിലെ പ്രപ്പോസിഷൻ. ആ പ്രപ്പോസിഷണൽ ഫ്രേസ് എങ്ങനെയാണത് വരുന്നത് സെൻറ്റൻസിൽ? സ്റ്റുഡൻസ് എന്ന നൗൺ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ നൗൺ കഴിഞ്ഞിട്ടാണ് പ്രപ്പോസിഷണൽ ഫ്രേസ് വരുന്നത്. നൗണിനെ മോഡിഫൈ ചെയ്യുന്ന പ്രപ്പോസിഷണൽ ഫ്രേസ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രപ്പോസിഷൻ വേണം. പിന്നെ വേണ്ടത് അതിൻ്റെ ഓബ്ജക്റ്റാണ്. ഈ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് നൗണാകാം, പ്രോനൗണാകാം. ഇപ്പോൾ അണ്ടർ ദ ടേബിൾ എന്ന് പറയുമ്പോൾ അണ്ടർ എന്നത് പ്രപ്പോസിഷനാണ്. പിന്നെ വരുന്നത് ഒരു നൗണല്ലേ, ദ ടേബിൾ എന്നത്, അതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒരു പ്രപ്പോസിഷൻ ഉണ്ടാവും, ആ പ്രപ്പോസിഷനിലാവും ആ ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് അതിൻ്റെ ഓബ്ജക്റ്റാണ്. ആ ഓബ്ജക്റ്റ് നൗണോ പ്രോനൗണോ ഒക്കെ ആകാം. അപ്പോൾ ഇന്നത്തെ ലെസൺ പ്രപ്പോസിഷണൽ ഫ്രേസ് എന്താണ്, പിന്നെ പ്രപ്പോസിഷണൽ ഫ്രേസിന് ഒരു ആഡ്വർബ് ആയിട്ടും ഒരു അഡ്ജക്റ്റീവ് ആയിട്ടും ഒക്കെ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലായല്ലോ.